ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഒമാനിലാണുള്ളത്. ഞാനൊരു വേൾഡ് ടൂറിലാണ്. യാത്ര എന്ന് അവസാനിക്കുന്നത് അറബിക്കടലിലല്ല, അന്റാർട്ടിക്കയിൽ. ഞാനൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒരു കാര്യം പറയാനുണ്ട്, ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഒരാണും പെണ്ണും തമ്മിൽ പ്രണയത്തിലാകുന്നു, ഇല്ലേ അടുപ്പത്തിലാകുന്നു, എന്നിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിയുമ്പം, തെറ്റിക്കഴിയുമ്പം പെണ്ണുകൊണ്ട് കേസ് കൊടുക്കുന്നു പീഡിപ്പിച്ചെന്ന്. അത് ഈ കളിക്കുന്ന സമയത്ത് പീഡിപ്പിച്ചെന്ന് തോന്നിയില്ലേ? അഭിപ്രായ വ്യത്യാസം, ഇത് പയ്യനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പെണ്ണിന് ഇപ്പോൾ അടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ള ചെയ്യുക, കളിക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് രണ്ടുപേരും വെച്ചിരിക്കുക, സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇത് പിന്നീട് ഉപയോഗപ്പെടും. ഇത് നേരെ കോടതിയിൽ സമർപ്പിക്കുക. വക്കീലന്മാരെ അവന്മാർ കണ്ട് രസിക്കും. ഇത് ലോകം മുഴുവൻ വൈറലാകും. അതുകൊണ്ട് കോടതിയിൽ ജഡ്ജിക്ക് സീക്രട്ട് ഫയലിൽ കൊടുത്തു കഴിഞ്ഞാൽ, സീക്രട്ട് ഫയൽ എന്ന് പറഞ്ഞ ഫയലുണ്ട്, സീക്രട്ട് ഫയലിൽ കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ജഡ്ജി ഇപ്പം എന്തായാലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് അയാളുടെ ജോലിയാണ്. പിന്നെ ഒരിക്കലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ബലാത്സംഗ കേസിലെ പ്രതി ആര് ബലാത്സംഗം ചെയ്ത് ബലമായിട്ട് സംഘം ചേർന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. പെണ്ണ് കിടന്നു കൊടുത്തിട്ടല്ലേ കളിച്ചത്. പച്ചയ്ക്ക് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാ പറഞ്ഞത്. കാശുള്ള അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരുത്തന്നെ പുറകെ പോയി ഒലിപ്പിച്ചോട്ട് പോകുമ്പോൾ അറിയണം. അതുകൊണ്ട് പെണ്ണുങ്ങളും സൂക്ഷിക്കണം, ഉള്ള കാര്യം പറയല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന ലൈംഗിക ബന്ധത്തെ പിന്നീട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി തെറ്റി കഴിയുമ്പോൾ ബലാത്സംഗം, പീഡനം, ഇതൊന്നും വാക്കുകൾ തെറ്റാണ്. അതൊന്നും പറയാൻ പാടില്ല. ഇത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം തിരുത്തി എഴുതേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് മാന്യമായി അഭിസംബോധന ചെയ്യുക. ഈ ചാനലുകാർ ലോക പിഴകളും ഉണ്ട്, വെടികളും വേശികളും ഉണ്ട്, എനിക്കറിയാം. അതുകൊണ്ടൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മാന്യമായിട്ട് അഭിസംബോധന ചെയ്യും. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തേങ്ങയുടെയും ആരാധകനും ഫാനും ഒന്നുമല്ല. ഒരുത്തൻ്റെ ആരാധനയല്ല. അതിൻ്റെ ഒരുത്തനെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ ന്യൂസിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരാണെങ്കിലും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, മാന്യമായിട്ട് പെരുമാറുക. ഓക്കെ.